ഇപ്രാവശ്യത്തെ വിഷുവിന് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റം ആണ് ഇത്, വിഷുക്കട്ട. വിഷു ആവാനായപ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇതിന്റെ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ മനസ്സിൽ വിചാരിച്ചതാണ് ഇപ്രാവശ്യത്തെ വിഷുവിന് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ വിഷുവിന് അന്ന് ഞാനത് ഉണ്ടാക്കിയിട്ടോ. തൃശ്ശൂർ ഭാഗത്തൊക്കെ വിഷുവിന് രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇതെന്നാണ് വീഡിയോയിലൊക്കെ എല്ലാവരും പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഉണക്കലരി നല്ലോണം കഴുകി വൃത്തിയാക്കി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വിഷുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉണക്കലരി തന്നെ യൂസ് ചെയ്യണത്രേ. അപ്പൊ എന്റെ കയ്യിൽ ഉണക്കലരി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ തലേദിവസം ഇതിന് വേണ്ടിയിട്ട് പോയിട്ട് ഉണക്കലരി ഒക്കെ വാങ്ങിച്ച് കൊടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അരിയളം അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു ഗ്ലാസ് രണ്ടാം പാലും ഒരു ഗ്ലാസ് മൂന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കലരി വേവിച്ചെടുക്കണം. അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഉണക്കലരിയും തേങ്ങയുടെ മൂന്നാം പാലും ഒഴിച്ച് 2 വിസിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പൊ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ട് അരി നന്നായിട്ടൊന്ന് വെന്ത് വരും. എന്നിട്ട് ഇതിനൊരു പാനിലേക്ക് മാറ്റിയിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം തേങ്ങയുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിള വരുമ്പം കുറച്ച് ചെറിയ ജീരകം ചതച്ചതും കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി വീണ്ടും നന്നായി വറ്റിച്ച് ഈ ഒരു പരിവായി കഴിയുമ്പോൾ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിൽ വാഴണ്ടൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി കുറച്ചു നേരം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് വിഷുക്കട്ടയുടെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ള ഒരു ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി നല്ലോണം കുറുക്കി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ വിഷുക്കട്ട തണുത്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് 1-2 പീസ് എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് അങ്ങോട്ട് ഒഴിക്കുക. അങ്ങോട്ട് മുക്കി കുതിർത്ത് അങ്ങോട്ട് കഴിക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിഷു കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെറുതെ ഉണ്ടാക്കി കഴിക്കാമല്ലോ.